എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ന്യൂജൻ എന്നാണ്. എല്ലാ ദിവസവും നമ്മൾ ബൈബിളിലെ കുറച്ച് ഭാഗം വായിക്കും. അതിനുശേഷം ചെറിയൊരു വിശദീകരണം നൽകുന്നതാണ്. ഇന്നും അതുപോലെ നമുക്ക് വചനം കേട്ട് തുടങ്ങാം. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവിശംസിയുടെ സുവിശേഷം 27-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങളാണ്. യേശുവിനെ പരിഹസിക്കുന്നു. അനന്തരം ദേശാധിപതിയുടെ പടയാളികൾ യേശുവിനെ പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി സൈന്യ വിഭാഗത്തെ മുഴുവൻ അവനെതിരെ അണിനിരത്തി. അവർ അവന്റെ വസ്ത്രം ഉരിഞ്ഞു മാറ്റി ഒരു ചുവന്ന പുറങ്കുപ്പായം അണിയിച്ചു. ഒരു മുൾക്കിരീടം മെനഞ്ഞ് അവന്റെ ശിരസിൽ വെച്ചു. വലത് കൈയിൽ ഒരു ഞാങ്ങണയും കൊടുത്തു. അവന്റെ മുൻപിൽ മുട്ടുകുത്തിക്കൊണ്ട്, യഹൂദരുടെ രാജാവേ, സുസ്തി എന്ന് പറഞ്ഞ് അവർ അവനെ പരിഹസിച്ചു. അവർ അവന്റെ മേൽ തുപ്പുകയും ഞാങ്ങണയെടുത്ത് അവന്റെ ശിരസിൽ അടിക്കുകയും ചെയ്തു. അവനെ പരിഹസിച്ചതിന് ശേഷം പുറകുപ്പായം അഴിച്ചു മാറ്റി അവന്റെ വസ്ത്രം വീണ്ടും ധരിപ്പിച്ച് കുരിശിൽ തറയ്ക്കുവാൻ വേണ്ടി കൊണ്ടുപോയി. വളരെയധികം പരിഹാസനവും പീഡനവും ഏറ്റ യേശു കുരിശിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചവർക്കും തന്നെ വേദനിപ്പിച്ചവർക്കും തന്നെ പരിഹസിച്ചവർക്കും എല്ലാം മാപ്പ് നൽകി പിതാവിനോട് അവർക്ക് വേണ്ടി ക്ഷമ ചോദിച്ച് കടന്നുപോയി. അതിനുശേഷം ആ ഒരു ക്ഷമിക്കാനുള്ള കഴിവ് നമുക്ക് ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് നമുക്ക് ക്ഷമിക്കാനുള്ള കഴിവിന് വേണ്ടി പിതാവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഈ ക്ഷമ നമ്മളെ സ്വർഗത്തിലെത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മറ്റുള്ളവരെ നമ്മളെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി, നമ്മളെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി, നമ്മളെ പരിഹസിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും ആമേൻ. ജയ് ഹിന്ദ്.